Hello students, welcome back. നമ്മൾ ലാസ്റ്റ് ക്ലാസ് വരെ സ്റ്റോപ്പ് ചെയ്ത് ബോസ് മോഡൽ ഓഫ് ആറ്റത്തിലാണ്. നമ്മൾ മോഡൽസ് ഓഫ് ആറ്റത്തിൽ തോംസൺസ് മോഡൽ ഓഫ് ആറ്റം എക്സ്പ്ലെയിൻ ചെയ്തു, ഇറ്റ്സ് ലിമിറ്റേഷൻസ്. Then Rutherford's nuclear model of atom, its limitations. Okay, then developments leading to Bohr's model of atom, then Bohr's model of atom, then its limitations. The next model is quantum mechanical model of atom. That is the most modern idea about the structure of atom. Okay, and there were also some developments in science which leads to quantum mechanical model of atom. ഇപ്പോൾ ബോർ മോഡലിന് ശേഷം ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സയൻസിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടന്നിട്ടുണ്ട്. ഇൻ ദിസ് സെഷൻ വിൽ ഡിസ്കസ് ദ ഡെവലപ്മെൻറ്റ്സ് ലീഡിങ്സ് ടു ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ദ ഫസ്റ്റ് മേജർ ഡെവലപ്മെൻറ്റ് ഈസ്, മറ്റതിൽ എന്തൊക്കെയായിരുന്നു? ഡ്യുവൽ ബിഹേവിയർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും അതേപോലെ എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് ഫ്രം അറ്റോമിക് സ്പെക്ട്രയുമായിരുന്നു. ഇവിടെ ഹിയർ ഓൾസോ ഡ്യുവൽ നേച്ചർ എന്ന് എഴുതിയാലും മതി. ഡ്യുവൽ നേച്ചർ ഓർ ക്യാരക്ടർ, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. നേരത്തെ റേഡിയേഷൻ്റെ ഡ്യുവൽ നേച്ചർ, റേഡിയേഷന് വേവ് നേച്ചറാണുള്ളത്, അതിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ കൂടി എക്സ്പ്ലെയിൻ ചെയ്തു. മാറ്ററിന് കല്ല്, പെന്ന് ഇതുപോലെയുള്ള മാറ്റർ, എനിത്തിങ് വിച്ച് ഓക്യുപ്പൈസ് എ സ്പേസ് ആൻഡ് ഹാവ് എ മാസ്, ഇതുപോലെയുള്ള ഒരു ഒബ്ജക്റ്റിന് ഇതിന് പാർട്ടിക്കിൾ നേച്ചർ എന്തായാലും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. ഇതിന് വേവ് നേച്ചർ കൂടി, പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു നേച്ചർ കൂടി ഉണ്ട് എന്നുള്ളതാണ് ആ കോൺസെപ്റ്റ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ആൻഡ് ദ സെക്കൻഡ് കോൺസെപ്റ്റ് ഈസ്, ദാറ്റ്സ് എ തിയറി, Heisenberg's uncertainty principle. ഹൈസൻബർഗിൻ്റെ ഒരു പ്രിൻസിപ്പിൾ കൂടി വന്നതോടുകൂടി ബോർ മോഡൽ ഫെയിലിയറായി. ഓക്കെ, അതിൻ്റെ കാരണങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഫസ്റ്റ് വിൽ ഡിസ്കസ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, ദെൻ വിൽ ഡിസ്കസ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അൺസർട്ടനിറ്റി എന്താ? അൺസർട്ടനിറ്റി എന്ന് വെച്ചാൽ ഉറപ്പില്ലാത്തത്. ഓക്കെ, പ്രിൻസിപ്പിളിനെ കുറിച്ചല്ല ഉറപ്പില്ലാത്തത്, ഏതോ ഒരു ഉറപ്പില്ലായ്മയെക്കുറിച്ചുള്ള പ്രിൻസിപ്പിളാണ്. ഓക്കെ, ദീസ് ആർ ദ മേജർ ഡെവലപ്മെൻറ്റ്സ് വിച്ച് ലീഡ്സ് ടു ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, ഫ്രം ബോസ് മോഡൽ ഓഫ് ആറ്റം. ബോസ് മോഡലിന് ക്വാണ്ടം മെക്കാനിക്കലിലേക്കുള്ള ഡെവലപ്മെൻറ്റിലും കാരണമായിട്ടുള്ള മെയിൻ ഡെവലപ്മെൻറ്റ്സ് ആണ് ഇത് രണ്ടും. ആൻഡ് വിൽ ഡിസ്കസ് ടു ഇൻ ഡീറ്റെയിൽ. ഓക്കെ, അപ്പോൾ അതിൽ ദ ഫസ്റ്റ് വൺ ഈസ് ഡ്യുവൽ ബിഹേവിയർ ഓർ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഓക്കെ, നിങ്ങൾക്കറിയാം, മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഓക്യുപ്പൈസ് എ സ്പേസ് ആൻഡ് ഹാവ് എ മാസ്. ഓക്കെ, അങ്ങനെയുള്ള എല്ലാത്തിനെയും നിങ്ങൾക്ക് എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ഇത് സ്റ്റഡി ചെയ്ത ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, ഹിസ് നെയിം ഈസ് ഡി ബ്രോഗ്ലി ആണ് റിമാർക്കബിൾ ആയിട്ടുള്ള ആദ്യത്തെ ഒരു സ്റ്റഡി ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററിനെ പറ്റി നടത്തിയിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ, ഡി ബ്രോഗ്ലി ഡിറൈവ് ചെയ്തൊരു ഇക്വേഷൻ ഉണ്ട്, അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് NCERT ഇല്ല. According to Einstein, okay, E is equal to mc square. E is equal to mc square. C is the speed of light or any electromagnetic radiations. Okay, according to Max Planck quantum theory, E is equal to h nu. ഇവിടെ എന്താ nu? That is the frequency. Okay, that is the frequency of എന്താ? frequency of radiation. അപ്പം നമുക്കിവിടെ എഴുതാൻ പറ്റുന്നത് E is equal to mc square ആണ്, E is equal to h nu ആണ്. ഇതൊരു റേഡിയേഷൻ്റെതാണ്, ഇത് ആക്ച്വലി ഒരു മാറ്ററിൻ്റെതാണ്. അപ്പോൾ നമ്മൾ അതിനെ രണ്ടിനും കൂടി കമ്പൈൻ ചെയ്യണം. നമ്മളല്ല കമ്പൈൻ ചെയ്തത്, ഹു കമ്പൈൻഡ്? ദാറ്റ് ഈസ് ഡി ബ്രോഗ്ലി കമ്പൈൻഡ് ബോത്ത് ഇക്വേഷൻസ്. ഓക്കെ, എങ്ങനെ കമ്പൈൻ ചെയ്തത്? അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, രണ്ടും ഈക്ക് ഈക്വൽ ആയതുകൊണ്ട് therefore h nu is equal to mc square. h nu is equal to mc square. ക്ലിയർ ആണല്ലോ? h നുവിനെ ഞാൻ എഴുതുകയാണ് hc by lambda is equal to mc square. കാരണം എന്താ? nu is equal to c by lambda. ഓക്കെ, അപ്പോൾ c ഇവിടെ വെട്ടാം, c സ്ക്വയർ ഇവിടെ വെട്ടാം. കാരണം എന്താ? അത് ഇങ്ങോട്ട് വരുമ്പോൾ താഴേക്ക് വരും. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ രണ്ട് ന്യൂമറേറ്ററുകൾ ക്യാൻസൽ ചെയ്യാം, സെയിം സൈഡിലാണെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്യാം, ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ഡിനോമിനേറ്ററുകളും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ആൻഡ് ഫ്രം ദിസ് ഞാൻ ലാംഡൻ അങ്ങോട്ട് കൊണ്ടുപോയി, ദറ്റ് ഈസ് ലാംഡ ഇസ് ഈക്വൽ ടു ലാംഡൻ അങ്ങോട്ട് കൊണ്ടുപോയി മറ്റേതിനെ അങ്ങോട്ട് കൊണ്ടുവന്നു, ദറ്റ് ഈസ് h by mc. ലാംഡ ഇസ് ഈക്വൽ ടു h by mc. ലാംഡൻ അങ്ങോട്ട് കൊണ്ടുവന്നു, mc അങ്ങോട്ട് കൊണ്ടുവന്നു.
lambda is equal to h by mc. mc is speed of light. Okay, so for any radiation that is given as lambda is equal to h by mv. c എന്താണ്? Speed of light ആണ്. That is only for light. For all radiation, that is equal to v, velocity. Okay, speed. That is lambda is equal to h by mv. This is called de Broglie's equation. de Broglie equation. Okay, അപ്പോൾ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററിൽ ആദ്യത്തെ സൈഡ് ഹെഡിങ് എന്ന് പറയുന്നത് de Broglie equation ആണ്. de Broglie derived an equation. ഇത് ഡെറിവേഷൻ നിങ്ങൾ NCERT ഇല്ല. ദാറ്റ് ഈസ് ലാംഡ ഇസ് ഇക്വൽ ടു എച്ച് ബൈ എം ബി. ലാംഡ ഇസ് de Broglieന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ട്. ലാംഡ ഇസ് ഇക്വൽ ടു എച്ച് ബൈ എം ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത്. എച്ച് നിങ്ങൾക്കറിയാം, എച്ച് ഇസ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അപ്പോൾ ലാംഡ ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ബി ആണ്. ഓക്കെ, ലാംഡ ഈസ് ഇൻഡയറക്റ്റ്. എച്ച് അവിടെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആ കോൺസ്റ്റന്റിനെ ഒഴിവാക്കിയാൽ പ്രൊപ്പോർഷണാലിറ്റി വരും. എന്തായിരുന്നു ഇക്വേഷൻ? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം ബി. അതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി. പി ഈസ് മൊമെന്റം. ഓക്കെ, വേർ പി ഈസ് ഈക്വൽ ടു എം വി ഈസ് ഈക്വൽ ടു momentum. Mass into velocity is called momentum. Okay, m is mass, v is velocity, so that is momentum. So the equation can also be written as lambda is equal to h by p. അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം. ഇപ്പോൾ വേവ് ലെങ്ത് ആർക്കാണ് ഉണ്ടാവുക? വേവ് ലെങ്ത് ഉണ്ടാവുക വേവുകൾക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മാസ് കൂടുമ്പോൾ ഇപ്പം നമുക്കൊക്കെ മാസ് വളരെ കൂടുതലാണ്, കിലോഗ്രാമിലാണ്. ഓക്കെ, I weigh 75 kg. അപ്പോൾ ഈ 75 കിലോ ഇവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു 60 kg ഇവിടെ ആവറേജ് ഇവിടെ വരുമ്പോൾ ഈ ലാംഡ എന്തായിരിക്കും? ചെറുതായിരിക്കും. അപ്പോൾ നമ്മളുടെ വേവ് ലെങ്ത്തുകൾ കുറവായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ വേവ് നേച്ചർ കുറവായിരിക്കും. എന്നാൽ ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? മാസ് ഇസ് ഈക്വൽ ടു 9.1 ഇൻറ്റു 10⁻³ കിലോഗ്രാം. നമ്മളുടെ 75-65 kg ആണ് വരുന്നത്. ഓക്കെ, ഇത് 10⁻³ അങ്ങനെ പോകും. വളരെ നെഗ്ലിജിബിൾ ആണ്. ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ. ഇലക്ട്രോണിന്റെ മാസ് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ മാസ് വരുമ്പോൾ ഇത് ഇൻവേഴ്സ്ലി ലാംഡ വളരെ വലുതാവും. ലാംഡ വലുതാവുക എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ഗെറ്റിംഗ് എ വേവ് നേച്ചർ. ഓക്കെ, വെൻ mass is low, okay, lambda is high. അപ്പോൾ മാസ് കുറഞ്ഞ, മാസ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺ വളരെ കുറവാണ്, പ്രോട്ടോണിനും കുറവ് തന്നെയാണ്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന് എന്തുണ്ടാവും? പാർട്ടിക്കിൾ, നമ്മളെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്നാണ് വിളിക്കുന്നത്. അവർക്ക് എന്തുകൂടി ഉണ്ടാവും? വേവ് നേച്ചർ ഉണ്ടാവും. അപ്പോൾ ഡി ബ്രോഗ്ലിന്റെ തിയറി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ ഡെറിവേഷൻ ഞാനിവിടെ എഴുതി. ഡി ബ്രോഗ്ലിന്റെ തിയറി എന്ന് പറയുന്നത് ഓൾ മാറ്റർ ഇൻ ദ യൂണിവേഴ്സ്. ഓക്കെ, എന്താ പറയുന്നത്? ഓൾ മാറ്റർ, എല്ലാ ആളുകൾക്കും, ഓൾ മാറ്റർ ഇൻ ദ യൂണിവേഴ്സ് ഹാവ് ഡ്യുവൽ ക്യാരക്ടർ. രണ്ട് ക്യാരക്ടറുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ മാറ്ററുകൾക്കും, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, നമ്മൾ കരുതുന്ന മാറ്ററുകൾക്കും എന്തുണ്ട്? ഡ്യുവൽ ക്യാരക്ടർ ഉണ്ട്. ദാറ്റ് ഈസ് വേവ് നേച്ചർ ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ. ആൻഡ് he put forward an equation, and lambda is equal to, this is de Broglie equation, h by mv. Lambda is equal to h by mv, or lambda is equal to h by p. ഓക്കെ, അപ്പോൾ എപ്പോഴാണോ മാസ് കൂടുന്നത് അപ്പോൾ ലാംഡ കുറയും. അപ്പോൾ നമ്മളെ പോലെയുള്ള കാണാൻ പറ്റുന്ന ഒബ്ജക്റ്റുകൾക്ക് മാസ് കൂടുതൽ, ഇപ്പോൾ ഈവൻ ഇൻ ദിസ് പെൻ മാസ് കൂടുമ്പോൾ ലാംഡ കുറയും. അപ്പോൾ എന്തായിരിക്കും? വേവ് ലെങ്ത് കുറയും, വേവ് നേച്ചർ വളരെ നെഗ്ലിജിബിൾ ആവും. എന്നാൽ മാസ് കുറയുമ്പോൾ വേവ് നേച്ചർ കൂടും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ പോലെയുള്ള ആളുകൾക്ക് വേവ് നേച്ചർ കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കുമ്പോൾ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്സ് കോൾഡ് ഓർബിറ്റ്സ്. അപ്പോൾ ആ ഇലക്ട്രോണിനെ പറ്റി പഠിക്കുമ്പോൾ ഇലക്ട്രോണിന് എന്തുകൂടി നമ്മൾ കൺസിഡർ ചെയ്യണം? ഇലക്ട്രോണെ സബ് അറ്റോമിക് പാർട്ടിക്കിളായിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, ഇലക്ട്രോണിനെ നമ്മൾ വേവ് ആയിട്ട് കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇലക്ട്രോൺ ഈസ് ഹാവിങ് പാർട്ടിക്കിൾ ആസ് വെൽ ആസ് വേവ് നേച്ചർ. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം അതായത് പിന്നെ ഡി ബ്രോഗ്ലി എക്സ്പെരിമെൻ്റ് ഒന്നും നടത്തിയില്ല. ഇത്ര NCERT കേട്ടോ അതിനെപ്പറ്റി. ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ, ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞിട്ട് അത്ര NCERT ഡി ബ്രോഗ്ലി ഇതിനെപ്പറ്റി എക്സ്പെരിമെൻറ്റുകളൊന്നും നടത്തിയിട്ടില്ല. ആൻഡ് ദർ ആർ 2 സയൻറ്റിസ്റ്റ്. ഓക്കെ,
ആൻഡ് ഹിസ് നെയിം ഇസ്, ഇത് നിങ്ങൾ ഫിസിക്സിലാണ് പഠിക്കുന്നത്, റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ദർ ഈസ് ഡേവിസൺ, ഇത് നിങ്ങളുടെ ബുക്കിലില്ല. ഡേവിസൺ ആൻഡ് ജർമർ, ക്വസ്റ്റ്യൻ വരാറുണ്ട്. They carried out an experiment that is called Davison-Germer experiment. Davison-Germer experiment. ഇവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, they have taken a tungsten filament that is connected to a high voltage of electricity. Okay, ഇവിടെ നിന്നും എന്ത് വരും? ഇവിടെ നിന്നും ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. ഇവിടെ നിന്നും ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതിനെ പറയുന്ന പേര് ഇലക്ട്രോൺ ഗൺ എന്നാണ്. ഇലക്ട്രോൺ ഗൺ. ഇതെന്താ? ടങ്സ്റ്റൺ ഫിലമെന്റ്. ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. അപ്പം ഇതിൽ നിന്നും ഇവിടെ നിന്ന് എന്താ പുറത്തേക്ക് വരുന്നത്? ഇലക്ട്രോൺ. ഇലക്ട്രോൺ. അപ്പോൾ വേവ് നേച്ചർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആഫ്റ്റർ ഡീബ്രോഗ്ലി ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊണ്ടുവന്നതിന് ശേഷം ഇലക്ട്രോൺ വേവ് നേച്ചർ ഉണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഡേവിസൺ ആൻഡ് ജർമർ. ഓക്കെ, ഇവരെന്ത് ചെയ്തു? ഇവിടെ നേരത്തെ പോലെ നമ്മൾ ഒരു എന്തെടുത്തു? ഒരു ലെഡ് സ്ലിറ്റ് എടുത്തു. ആ ലെഡ് സ്ലിറ്റ് എന്തിനു വേണ്ടിയിട്ട്? മേക്കിംഗ് ഇറ്റ് നാരോ. ഓക്കെ, ദിസ് ഇസ് ലെഡ് സ്ലിറ്റ്. ലെഡ് സ്ലിറ്റ് എടുത്തു. ആ ലെഡ് സ്ലിറ്റിൽ കൂടെ പാസ് ചെയ്ത ആളെ നമ്മൾ ഇവിടെ ദേ ഹാവ് ടേക്കൺ എ നിക്കൽ ക്രിസ്റ്റൽ. ഒരു നിക്കൽ ക്രിസ്റ്റൽ കൂടെ പാസ് ചെയ്തു. അപ്പോൾ നിക്കൽ ക്രിസ്റ്റൽ കൂടെ പാസ് ചെയ്തപ്പം ഇവിടെ നിന്നും വന്ന റേഡിയേഷൻസ് സ്കാറ്റർ ചെയ്തു. ആക്ച്വലി അവിടെ നടന്നിരിക്കുന്നത് ഡിഫ്രാക്ഷൻ ആണ്. ദാറ്റ് ഈസ് ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൗണ്ട് ആൻ ഓബ്സ്റ്റക്കിൾ. ഓക്കെ, ഡിഫ്രാക്ഷൻ. അതായത് പിന്നെ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് എടുത്തു. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ചില ലൈനുകൾ കിട്ടി. സ്പെക്ട്രം അല്ല, ചെറിയ ഡിഫറൻസ് ഉണ്ട് അതിൽ. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്, കാരണം അവിടെ നടന്നിരിക്കുന്ന പ്രോസസ്സ് വ്യത്യാസമുണ്ട്. ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ആളപ്പം ഇങ്ങനെ വെച്ചപ്പോൾ ഇവിടെയാണല്ലോ റേഡിയേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ നിന്നാണ്, അപ്പോൾ ഇത് കാണുന്നില്ല. അപ്പോൾ ആ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ ഞാൻ, കാരണം സ്പെക്ട്രമായിട്ടല്ല കിട്ടിയത്, സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ലൈനുകളായിട്ടാണ് കിട്ടുക. അപ്പോൾ ആ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിന് ഒന്ന് എൻലാർജ് ചെയ്തപ്പോൾ അവിടെ ദർ ആർ ഇങ്ങനെ റിങ്ങുകൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിങ്ങുകൾ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഒരു എക്സ്റേ ബീമിന് ഇതിന് പകരം ഒരു എക്സ്റേ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കിട്ടുന്ന ഡിഫ്രാക്ഷൻ പാറ്റേണിന് ഈക്വൽ ആയിട്ടാണ് ഇലക്ട്രോൺ എന്ത് ചെയ്തത്? ഡിഫ്രാക്ഷൻ പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാവാനുള്ള കാരണം എന്താ? ദാറ്റ് ഈസ് ഹാവിങ് വേവ് നേച്ചർ. Okay, this is Davison-Germer experiment. They are using a nickel crystal for forming the diffraction pattern ആണ് കിട്ടിയത്. ഓക്കെ, അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഐ ക്യാൻ ഷോ യു. This is the real experimental setup. ഓക്കെ, അതിൽ ഇവിടെ നോക്ക്, ഇൻസിഡൻറ്റ് ബീം ഓഫ് ഇലക്ട്രോൺ. അവിടെ ഇലക്ട്രോൺ ഗണ്ണ് കാണിച്ചിട്ടില്ല. ഇത് നിക്കൽ ക്രിസ്റ്റൽ. അപ്പോൾ നിക്കൽ ക്രിസ്റ്റലിൽ നിന്നും പോയിട്ടുള്ള സ്കാറ്റർ ചെയ്തിട്ടുള്ള റേഡിയേഷൻസ്, നിക്കൽ ക്രിസ്റ്റലിൽ തട്ടിയിട്ട് സ്കാറ്റർ ചെയ്തിട്ടുള്ള റേഡിയേഷൻ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ എന്ത് ചെയ്താണ്? എൻലാർജ് ചെയ്താണത്. സോ ദിസ് ഇസ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. സോ ലൈക്ക് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ലൈക്ക് എക്സ്റേ ആരും പ്രൊഡ്യൂസ് ചെയ്തു? ഇലക്ട്രോൺ ഓൾസോ produces diffraction pattern. So that is a clear-cut evidence for the wave nature of electron. Okay, matter and wave nature nalla electron. They are the first scientists. Rendu perana first scientists who gave some experimental evidences for the wave nature of matter. Mattadu mathematically പറഞ്ഞതാണ് ആര്? ഡീബ്രോഗ്ലി. പക്ഷേ ദിസ് ഇസ് നോട്ട് NCERT ബേസ്ഡ്, ദിസ് ഇസ് ആക്ച്വലി ഗിവൺ ഇൻ ഫിസിക്സ്. പക്ഷേ ഇവിടെ ലിങ്ക് ചെയ്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇവർ ആക്ച്വലി സൈമൾട്ടേനിയസ് ആയിട്ടാണ്, ഒരേ സമയത്താണ്. ഇവരുടേത് കണ്ട് കോപ്പി അടിച്ചിട്ടൊന്നുമല്ല. അത് ദാറ്റ് ഈസ് ദ അതർ പ്ലേസ്, വേറെ സ്ഥലത്ത് ഇതേപോലെ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയ ആളുണ്ട്. ദാറ്റ് ഈസ് JP തോംസൺ. JJ തോംസൺ അല്ല, JP തോംസൺ. പേര് ഒരേപോലെ ഉണ്ടല്ലേ, പേര് മാത്രമല്ല, ഇവർ തമ്മിലൊരു ബന്ധം കൂടിയുണ്ട്. JP തോംസൺ ഈസ് ദ സൺ ഓഫ് JJ തോംസൺ. ഓക്കെ, വേറൊരു കാര്യം കൂടി ഉണ്ട് പറയാം. JP തോംസൺ ശ്രമിക്കുന്നത് വേവ് നേച്ചർ ഓഫ് മാറ്ററിനാണ്. വേവ് നേച്ചർ അതായത് മാറ്ററിൻ്റെ വേവ് നേച്ചറാണ്. ഓക്കെ, JJ തോംസൺ എന്ന് പറയുന്നത് ആള് എന്താണ്? പാർട്ടിക്കിൾ നേച്ചറിൻ്റെ ആളാണ്. JJ തോംസൺ
കാരണം ഇലക്ട്രോൺ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആയിട്ടാണ് പറഞ്ഞത് ജെ ജെ തോംസൺ പാർട്ടിക്കിൾ നേച്ചർ, ജെ പി തോംസൺ വേവ് നേച്ചർ. അപ്പോൾ അച്ഛൻ പാർട്ടിക്കിൾ നേച്ചർ, മകൻ വേവ് നേച്ചർ. ഓക്കെ, രണ്ടുപേരും ഈ സെയിം പാർട്ടിക്കിൾ നേച്ചർ ഇലക്ട്രോണ് കൊടുത്ത് ഇലക്ട്രോണെ കണ്ടുപിടിച്ചതിന് ഹീസ് എ നോബൽ പ്രൈസ് വിന്നർ. വേവ് നേച്ചർ കൊടുത്ത് അവിടെ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയതിന് ഹീസ് ഓൾസോ എ നോബൽ പ്രൈസ് വിന്നർ. സൺ ആൻഡ് ഫാദർ ആർ നോബൽ പ്രൈസ് വിന്നേഴ്സ് ഫോർ ദ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ഓൺ ദ സെയിം ടോപ്പിക്. ഒരേ ടോപ്പിക്കിൽ ഒരേ കാര്യത്തിലുള്ള രണ്ട് ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകൾ, ഓപ്പോസിറ്റ് കോൺസെപ്റ്റുകൾ. ഇറ്റ്സ് റിയലി അമേസിങ്. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, ജെ പി തോംസൺ ഹാസ് പെർഫോംഡ് ആൻ എക്സ്പെരിമെൻറ്റ് എക്സാക്ട്ലി സിമിലർ ടു ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അത് കൂടുതൽ എക്സ്പ്ലെയിൻ, ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെൻറ്റിന് എക്സാക്ട് സിമിലർ ആണ്. പക്ഷേ ഇദ്ദേഹം എടുത്തത് മറ്റേത് ഓൾമോസ്റ്റ് ഒരേ സമയത്താണ് നടന്നത്. ഇത് എടുത്തത് he has taken a beam of electron instead of nickel crystal he has taken a thin gold foil ആണ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടി. ദിസ് ഈസ് ദ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. ദേ ഹാവ് ഗോട്ട് എ ഡിഫ്രാക്ഷൻ പാറ്റേൺ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, നിക്കലിന് കിട്ടിയെന്ന് പോലെയല്ല. അപ്പോൾ ഇതിൽ കൂടെ എക്സ്റേ പാസ് ചെയ്താൽ കിട്ടുന്ന ഡിഫ്രാക്ഷൻ പാറ്റേണിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് കിട്ടിയത്. അപ്പോൾ ജെ പി തോംസൺസ് എക്സ്പെരിമെൻറ്റ് ഓൾസോ Davison and Germer experiment is considered as the first experimental evidence for the wave nature of electrons, wave nature of matter. Okay, so you understand electron already a particle nature undu nariyam. So you understand and all matter in the universe is having particle nature as well as wave nature. Particle nature ഉണ്ട്, wave, ഈവൻ നമുക്ക് വരെ വേവ് നേച്ചർ ഉണ്ട്. പക്ഷെ നമ്മുടെ മാസ് കൂടുതലായതുകൊണ്ട് അത് ഒബ്സർവബിൾ അല്ല, നെഗ്ലിജിബിൾ ആണ്. മനസ്സിലായല്ലോ? വേവ് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താ? ലാംഡ ഈസ് ഈക്വൽ ടു h/mv. When the mass increases, the wave character decreases. When the mass decreases, the wave character increases. When the mass decreases, wave character increases. When the mass increases, wave character decreases. അപ്പോൾ സബ് അറ്റോമിക് പാർട്ടിക്കിളുകൾക്കൊക്കെ എന്തുണ്ടാവും? വേവ് നേച്ചർ ഉണ്ടാവും. എക്സാമ്പിൾ ഇലക്ട്രോൺ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ പഠിക്കാനുള്ളത്, ഇലക്ട്രോണിന്റെ വേവ് നേച്ചർ. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് the dual behavior of electromagnetic radiation. Okay, and I can take a question related to this. And the question is, what will be the wavelength of a ball? What will be the wavelength of a ball of mass 0.1 kilogram? M is equal to 0.1 kilogram. Moving with a velocity V is equal to 10 meter per second. Okay, and they asked lambda. എന്താണ് ലാംഡ? ഇതാണ് ക്വസ്റ്റ്യൻ. ലാംഡ കണ്ടുപിടിക്കാൻ നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ലാംഡ is equal to h/mv. Okay, h is equal to 6.626 into 10 raised to minus 34 joule second. Joule SI unit ആണ്, അതുകൊണ്ട് കിലോഗ്രാം തന്നെ മതി. ആൻഡ് mv 0.1 into v 10 meter per second. ഓക്കെ, ഇവിടെ 0.1 കിലോഗ്രാം. അപ്പോൾ ഇവിടെ 6.626 into 10 raised to minus 34. 0.1 into 10 എന്ന് വെച്ചാൽ അത്ര 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുക? ഇറ്റ്സ് എ വെരി ഈസി കാൽക്കുലേഷൻ ഈസ് ഈസി. കാരണം എന്താ ഇവിടെ കിട്ടുക? ഇവിടെ എന്ത് കിട്ടും? ആൻഡ് ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു, ഇവിടെ 0.1 into 10 is 1. ഓക്കെ, ദാറ്റ് ഈസ് 6.626 into 10 raised to minus 34 meter. അതാണ് ആൻസർ. ഓക്കെ, 6.626 into 10 raised to minus 34 meter. ഓക്കെ, ഇവിടെ ജൂൾ എന്ന് വെച്ചാൽ എന്താ? ജൂൾ ഈസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു മൈനസ് 2. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ? ml² അല്ലേ? ടി ആണ്, ml² ടി ആണ് അല്ലേ? അതായത് ഇതിൻ്റെ ഡയമെൻഷൻ മാസ് ലെങ്ത് സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ആണ്. ടി റേസ് ടു മൈനസ് 2 ഇതാണ് ഇതിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ജൂൾ എന്ന് വെച്ചാൽ
അതിന് പകരം കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -2. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇൻവേഴ്സ് സെക്കൻഡ് ഇങ്ങോട്ട് വന്ന സെക്കൻഡ് സ്ക്വയർ അത് ക്യാൻസൽ ചെയ്തിട്ട് മീറ്റർ ബാക്കിയും നിങ്ങൾ നോക്കിയാൽ മതി. എന്തൊക്കെ ഉണ്ട് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ. കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -2 ജൂളിൻ്റെത് ഇൻറ്റു സെക്കൻഡ് ഡിവൈഡഡ് ബൈ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ് റൈസ് ടു -2 സെക്കൻഡ് എത്ര വരും? സെക്കൻഡ് റൈസ് ടു -1 അതിവിടെ പോയി. മീറ്റർ സ്ക്വയർ മീറ്റർ ബാക്കി മീറ്റർ. പിന്നെ ഇവിടെ 0.1 കിലോഗ്രാം ഉണ്ട്, ഇവിടെ കിലോഗ്രാം ഉണ്ട്. ആ കിലോഗ്രാമും വെട്ടിയാൽ ബാക്കി മീറ്റർ. എന്തായാലും ലാംഡ എന്തിലേ കിട്ടും? മീറ്ററിലാണ് കിട്ടുക. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 6.626 into 10 raised to -34 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് ഡി ബ്രോഗ്ലിസ് ഇക്വേഷൻ ആൻഡ് ദ പ്രോബ്ലം റിലേറ്റഡ് ടു ഇറ്റ്. രണ്ടാമത്തെ ഡെവലപ്മെന്റ്, ഓക്കെ, ഇത് കുറച്ചേ പഠിക്കാവുള്ളൂ. ദ സെക്കൻഡ് ഡെവലപ്മെന്റ് ഇൻ സയൻസ് ഈസ് Heisenberg's uncertainty principle. Heisenberg's uncertainty principle is very important. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെയുണ്ട്. അത് പ്രപ്പോസ് ചെയ്ത 2-3 ആളുകളുടെ പേരിൽ ഒന്ന് ഹൈസൻബർഗിൻ്റെതാണ്. ഓക്കെ, വേറെ ഒരാൾ ഷ്രോഡിഞ്ചർ ആണ്, എർവിൻ ഷ്രോഡിഞ്ചർ, ആൻഡ് ഹീസ് വെർണർ ഹൈസൻബർഗ്. ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് ഹൈസൻബർഗ് ശ്രമിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇലക്ട്രോൺ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ഒരു ഇലക്ട്രോൺ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതിനു വേണ്ടി ഒരു മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അവിടെ ലൈറ്റ് റേഡിയേഷൻസ് ഒന്നിനെ കാണണമെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ കാണണമെങ്കിൽ എന്താണ് ലൈറ്റ് വേണം. ഓക്കെ, അപ്പോൾ ലൈറ്റ് വിസിബിൾ ലൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അപ്പോൾ ലൈറ്റ് യൂസ് ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇവിടെ ഒരു ആറ്റം ഉണ്ട്. ആറ്റത്തിന് ചുറ്റും എന്ത് ചെയ്യാണ്? ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ഞാൻ അതിൻ്റെ റിയൽ സെറ്റപ്പ് കാണിച്ചിട്ട് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഇത് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഇവിടെ നിന്നും ഒരു ലൈറ്റ് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ഈസ് ട്രൈങ് ടു ഒബ്സർവ് ദ ഇലക്ട്രോൺ. ഓക്കെ, ലൈറ്റ് കൊടുത്തു. ആ ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്. ദ ഫസ്റ്റ് ഓപ്ഷൻ ഹയർ വേവ് ലെങ്ത്, ഹയർ ലാംഡ. രണ്ടാമതൊരു ഓപ്ഷൻ ലോവർ വേവ് ലെങ്ത്. ഒന്നെങ്കിൽ ഈ ലൈറ്റിന് ഹയർ വേവ് ലെങ്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലോവർ വേവ് ലെങ്ത് യൂസ് ചെയ്യാം. നിങ്ങൾക്കൊരു ഇക്വേഷൻ അറിയാം, ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ അതല്ല, ലാംഡ ഈസ് ഈക്വൽ ടു, അതാണ് നമുക്ക് വേണ്ടത്, ഈസ് ഈക്വൽ ടു hc ബൈ ലാംഡ. ഞാൻ ഡി ബ്രോഗ്ലി ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, ഈസ് ഈക്വൽ ടു hc ബൈ ലാംഡ എന്ന് വെച്ചാൽ എന്താ? E ഈസ് പ്രപ്പോർഷണൽ ടു 1 ബൈ ലാംഡ എന്നാണ്. E ആൻഡ് ലാംഡ ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അപ്പോൾ ഹയർ ലാംഡ എന്ന് വെച്ചാൽ എന്താ? ലോവർ എനർജിയാണ്, ലോവർ എനർജി. ഓക്കെ, ലോവർ ലാംഡ എന്ന് വെച്ചാൽ എന്താ? ഹയർ എനർജിയാണ്, ഹയർ എനർജി. ഓക്കെ, അപ്പോൾ ഹയർ ലാംഡ ലോവർ എനർജി, ലോവർ ലാംഡ ഹയർ എനർജി. ഇതാണ് റിലേഷൻ. അപ്പോൾ നിങ്ങളൊരു ഹയർ വേവ് ലെങ്ത് യൂസ് ചെയ്തു. ഹയർ വേവ്, നമുക്കിപ്പോൾ ഒരാളെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഇയാളെ മെഷർ ചെയ്യാണ്. ഈ വേവ് ലെങ്ത് ഉപയോഗിച്ചിട്ട് ആളെ കാണുകയാണ്, ആളെ ഒബ്സർവ് ചെയ്യാണ്, ആളെ മെഷർ ചെയ്യാണ്. ഇപ്പോൾ ഒരു പേപ്പർ എടുക്കുക. ഒരു പേപ്പർ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാലോ ഒരു പേപ്പറിൻ്റെ തിക്നെസ് എന്താണെന്നുള്ളത്. ഓക്കെ, ദിസ് ഇസ് എ പേപ്പർ. ഇതിപ്പോൾ ഒരു പേപ്പറാണ്. ഈ പേപ്പറിൻ്റെ തിക്നെസ് നിങ്ങളോട് ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? സ്കെയിലിന് അകത്തുള്ള ഗ്രാജുവേഷനേക്കാളും ചെറുതാണ് ആരുടെ തിക്നെസ്? ആളുടെ തിക്നെസ് അല്ലേ? അതായത് പേപ്പറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള 1, 2, 3-നേക്കാളും ചെറുതാണ്. അപ്പോൾ അതിനേക്കാളും ചെറുതുള്ള ഒരാളുടെ എന്ത് വേണം? മെഷർ ചെയ്യണം. അതിന് പകരം ഇഫ് ഐ ആം ടേക്കിംഗ് എ ബോക്സ്, ഒരു ബോക്സ് എടുക്കുക. ഈ ബോക്സിന്റെ തിക്നെസ് ആണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ, എന്ത് ചെയ്യാം? സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റും. കാരണം എന്താ? ആ സ്കെയിലിനകത്തുള്ള ഗ്രാജുവേഷനേക്കാളും വലുതാണ് നമുക്ക് മെഷർ ചെയ്യേണ്ട ആളുടെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്തോ സ്കെയിലായിരിക്കോട്ടെ, ലൈറ്റ് ആയിരിക്കോട്ടെ, ആ ആളുടെ മെഷർമെന്റ് എന്ന് പറയുന്നത്, ഗ്രാജുവേഷൻസ് എന്ന് പറയുന്നത് ഇപ്പം ഇതിൻ്റെ ലെങ്ത്താണ് എടുക്കേണ്ടതെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന സ്കെയിലിന് ഇതിൻ്റെ ലെങ്ത്തിനേക്കാളും ചെറിയ ഗ്രാജുവേഷൻസ് വേണം. അല്ലാണ്ട് ഇത്ര ഗ്യാപ്പുള്ള, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ലെങ്ത്താണ് എടുക്കുന്നതെങ്കിൽ സ്കെയിലിനകത്ത് ഇത്രയാണ് ആദ്യത്തെ തന്നെ ഗ്രാജുവേഷൻ എങ്കിൽ ഇതിൻ്റെ മെഷർമെന്റ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ചെറിയ ഒരു ഒബ്ജക്റ്റ്, ഒരു പേപ്പറിന്റെ തിക്നെസ് ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരു ബോക്സിൻ്റെ എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ എവിടെയാണ് ചെറിയ ഗ്രാജുവേഷൻ വേണ്ടത്? മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിനകത്ത് ചെറിയ ഗ്രാജുവേഷൻസ് വേണം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഹയർ വേവ് ലെങ്ത് ലൈറ്റ് എടുക്കുമ്പോൾ ദാറ്റ് ഷുഡ് ബി
നിങ്ങൾ മനസ്സിലാക്കട്ടോ, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹയർ വേവ് ലെങ്ത് ലൈറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് ഷുഡ് ബി ലെസ് ദാൻ, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഷുഡ് ബി ലെസ് ദാൻ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ. ലൈറ്റിനെയാണ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആരെയാണ് മെഷർ ചെയ്യുന്നത്? ഇലക്ട്രോൺ. ഇലക്ട്രോണിന് എന്തുണ്ട്? വേവ് നേച്ചർ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺ നമ്മൾ പേപ്പറിന്റെ തിക്നെസ്സിനേക്കാളും ചെറുതായിരിക്കണം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കെയിലിൻ്റെത്. ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത്തിനേക്കാളും ചെറുതായിരിക്കണം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹയർ വേവ് ലെങ്ത് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഇലക്ട്രോണെ കാണാൻ പറ്റില്ല. കാരണം എന്താ? ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത്തിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഏതാ ഉപയോഗിക്കുക? ലോവർ വേവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇവിടെ ആളുടെ പൊസിഷനൊക്കെ കാണാൻ പറ്റേണ്ടതാണ്, പക്ഷെ ഒബ്സർവബിൾ അല്ല. ഓക്കെ, ഇനി ലോവർ വേവ് ലെങ്ത് ഉപയോഗിക്കുക. അപ്പോൾ എന്താണ്? ലോവർ വേവ് ലെങ്ത് ഉപയോഗിക്കുമ്പോൾ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ലെസ് ദാൻ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ എന്നല്ലേ പറഞ്ഞത്? അത് ശരിയായിട്ട് വരും. ലൈറ്റ് ലോവർ വേവ് ലെങ്ത് ആണ്, ഇപ്പോൾ ഇലക്ട്രോണിനേക്കാൾ വേവ് ലെങ്ത് കുറവാണ്, അപ്പോൾ ആളെ കാണാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ലോവർ വേവ് ലെങ്ത് ആകുമ്പോൾ ആ റേഡിയേഷന് ഹയർ എനർജി ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് വരുന്ന ആൾക്ക് ഹയർ എനർജിയാണ്. ആ എനർജി ഐൻസ്റ്റീൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദ ഇലക്ട്രോൺ. പക്ഷെ ഇവിടുന്ന് പുറത്തു പോകുന്ന ആറ്റം ആണെങ്കിൽ പുറത്തു പോകും, അല്ലാത്ത ആറ്റം ആണെങ്കിലോ അതിനകത്തുള്ള ഇലക്ട്രോൺ സ്പീഡിൽ കറങ്ങാൻ തുടങ്ങും. കാരണം പുറത്തുനിന്ന് എനർജി കിട്ടി. ദേ വിൽ മൂവ് വിത്ത് എ ഗ്രേറ്റർ സ്പീഡ്, ഗ്രേറ്റർ വെലോസിറ്റി. അപ്പോൾ ആ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഹയർ വേവ് ലെങ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ വെലോസിറ്റിക്കൊന്നും ഒരു മാറ്റവും വരില്ല, കാരണം ലോവർ എനർജിയുള്ള റേഡിയേഷൻ ആണ് വരുന്നത്. പക്ഷെ ആളുടെ പൊസിഷൻ കാണാൻ പറ്റില്ല. എന്ത് കാണാൻ പറ്റില്ല? പൊസിഷൻ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഏതാ യൂസ് ചെയ്ത്? ഹയർ വേവ് ലെങ്ത്, ഹയർ ലാംഡ ലൈറ്റ് യൂസ് ചെയ്തപ്പോൾ, ഹയർ വേവ് ലെങ്ത് ലൈറ്റ് യൂസ് ചെയ്തപ്പോൾ വെലോസിറ്റി മാറുന്നില്ല. വെലോസിറ്റി ഈസ് സെർട്ടൈൻ. സെർട്ടൈൻ എന്ന് വെച്ചാൽ എന്താ? ഉറപ്പാണ്. അതിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട്, അത് മാറൂല. അത് മെഷർ ചെയ്യുന്നത് കറക്റ്റാണ്, മെഷർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ബട്ട് എന്താണ്? പൊസിഷൻ ഈസ് അൺസെർട്ടൈൻ. എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ആളെ കാണൂല. കാരണം ഹയർ വേവ് ലെങ്ത് ആണ്. ലൈറ്റിൻ്റെ വേവ് ലെങ്ത് അതിനേക്കാളും ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത്തിനേക്കാളും ചെറുതായിരിക്കണം, പക്ഷെ ഇവിടെ വലുതാണ്. വെലോസിറ്റി ഈസ് സെർട്ടൺ ബട്ട് പൊസിഷൻ ഈസ് അൺസെർട്ടൺ. ഇനി ഹയർ അല്ലെങ്കിൽ പിന്നെ ലോവർ വേവ് ലെങ്ത് എടുക്കുക, ലോവർ വേവ് ലെങ്ത് ലൈറ്റ് എടുക്കുക. ലോവർ വേവ് ലെങ്ത് എടുക്കുമ്പോൾ പൊസിഷൻ കാണാൻ പറ്റും, ആളെ കാണാൻ പറ്റും. കാരണം എന്താ? ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത്തിനേക്കാൾ കുറവാണ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്. പൊസിഷൻ ഈസ് സെർട്ടൺ, പക്ഷെ വെലോസിറ്റി ഈസ് അൺസെർട്ടൺ. കാരണം ആൾക്ക് എനർജി കിട്ടിയിട്ട് സ്പീഡിൽ കറങ്ങാൻ തുടങ്ങും. വെലോസിറ്റി ഈസ് അൺസെർട്ടൺ. അപ്പോൾ ഹയർ വേവ് ലെങ്ത് യൂസ് ചെയ്യുമ്പോൾ വെലോസിറ്റി സെർട്ടൺ ആണ്, പൊസിഷൻ അൺസെർട്ടൺ ആണ്. ലോവർ വേവ് ലെങ്ത് യൂസ് ചെയ്യുമ്പോൾ വെലോസിറ്റി അൺസെർട്ടൺ ആണ്, പൊസിഷൻ സെർട്ടൺ ആണ്. അപ്പോൾ ഒന്ന് സെർട്ടൺ ആകുമ്പോൾ ഒന്ന് അൺസെർട്ടൺ ആവുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒരേ സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹയർ വേവ് ലെങ്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലോവർ വേവ് ലെങ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഏത് വേവ് ലെങ്ത് യൂസ് ചെയ്താലും ഏതോ ഒന്ന് അൺസെർട്ടൺ ആവുന്നുണ്ട്. സോ വെലോസിറ്റി ആൻഡ് പൊസിഷൻ ഓഫ് എൻ ഇലക്ട്രോൺ cannot be determined simultaneously with precision. Precision എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ ഒരു ആക്യുറസിയോടുകൂടി, പ്രിസിഷനോടുകൂടി, അതിൻ്റെ എന്താ പറയുക, കൃത്യതയോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഹൈസൻബർഗ്സ് അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ്, okay, according to Heisenberg's uncertainty principle, it is impossible to determine the exact position, okay, and velocity എന്ന് പറയാം, അല്ലെങ്കിൽ മൊമെന്റം എന്ന് പറയാം. കാരണം എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇലക്ട്രോണിൻ്റെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വെലോസിറ്റി അൺസെർട്ടൺ ആകുമ്പോൾ മൊമെന്റവും അൺസെർട്ടൺ ആവും. ഓക്കെ, മാസ് കോൺസ്റ്റന്റ്, അത് മാറില്ല. വെലോസിറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പില്ല, അത് ചിലപ്പോൾ സ്പീഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതും അൺസെർട്ടൺ. അപ്പോൾ പൊസിഷൻ ആൻഡ് മൊമെന്റം ബ്രാക്കറ്റിൽ ഓർ വെലോസിറ്റി, രണ്ടും വെലോസിറ്റി മൊമെന്റും ഒരേപോലെ മാറുന്നതാണ്. വെലോസിറ്റി മാറുന്നതുകൊണ്ടാണ് മൊമെന്റം മാറുന്നത്. മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ സൈമൾട്ടേനിയസ്ലി എന്ന് വെച്ചാൽ ഒരേ സമയത്ത് മെഷർ ആൻഡ് പ്രിസൈസ്ലി simultaneously and precisely
It is impossible to determine the exact position and momentum or velocity of an electron simultaneously and precisely. What do you mean by simultaneously? Same time, precise. അതായത് ഒരേ സമയത്ത് സെയിം ടൈം പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അതായത് ആക്യുറസിയോടുകൂടി, കൃത്യതയോടുകൂടി നിങ്ങൾക്ക് ഒരേ സമയത്ത് രണ്ടും കൂടി മെഷർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താ, ഹൈ വേവ് ലെങ്ത് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സെർട്ടനോ ഒന്ന് അൺസെർട്ടനോ. അപ്പോൾ ഏതോ ഒന്നേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ലോ വേവ് ലെങ്ത് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സെർട്ടനോ ഒന്ന് അൺസെർട്ടനോ, അവിടെ ഏതോ ഒന്നേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടും കൂടി ഒരേ സമയത്ത് കൃത്യതയോടുകൂടി മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ദിസ് ഈസ് ഹൈസൻബർഗ്സ് അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇത് പറയുമ്പോൾ സിമ്പിളാണ്, പഠിക്കാനുള്ളത് നമുക്ക് സിമ്പിളാണ്, കാരണം നമുക്ക് ആ ലെവൽ വരെ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഇതോടുകൂടി ബോർ മോഡൽ അങ്ങ് പൊളിഞ്ഞടങ്ങും. ഓക്കെ, സോ അത് നമുക്ക് നോക്കാം. റീസൺ ഫോർ ഫെയിലിയർ ഓഫ് ബോസ് മോഡൽ മെയിൻ കാരണക്കാരൻ ഈ ഹൈസൻബർഗ് ആണ്, വെർണർ ഹൈസൻബർഗ്. It is impossible to determine the exact position and momentum of an electron simultaneously and precisely. And its mathematical expression. ഈ തിയറിൻ്റെ ആദ്യം കാണുമ്പോൾ മനസ്സിലാവില്ല. പിന്നീട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ്സ് മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ. ഇഫ് ഡെൽറ്റ എക്സ് ഈസ് അൺസെർട്ടനിറ്റി എന്ന് വെച്ചാൽ ഉറപ്പില്ലാത്തതാണ്. ഇൻ പൊസിഷൻ is uncertainty in position. Okay, delta v is the uncertainty in velocity. Delta p is the uncertainty in momentum. Okay, then mathematically അതായത് Heisenberg's uncertainty principle is mathematically expressed as എങ്ങനെ mathematically express ചെയ്യാം? Okay, it's mathematically expressed as, let it be here. Okay, mathematically expressed as delta x into delta p greater than or equal to h by 4 pi. ഒരു ഐഡിയയും കിട്ടാത്തൊരു ഇക്വേഷൻ. ഡെൽറ്റ എക്സ് ഇൻറ്റു അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഇൻറ്റു അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4 pi. ഇതും നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ അത്. വേർ ഡെൽറ്റ എക്സ് ഈസ് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, വേർ ഡെൽറ്റ പി ഈസ് അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം. അതൊക്കെ ആദ്യമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 20 എന്ന് പറയുകയാണ്. ഓക്കെ, ഇത് രണ്ടും ഒരേ സമയത്ത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉത്തരമാണ് എ ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ബി നിങ്ങൾക്ക് പറഞ്ഞൂടെ, ബി എത്രയായിരിക്കും? ഫോർ ബി ഈസ് ഈക്വൽ ടു 5. ഉറപ്പാണ്, സെർട്ടൺ ആണ്. രണ്ടും എയും എ അറിയാമെങ്കിൽ ബി ഒരേ സമയത്ത് എയും ബിയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി എ ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20. ഇതിൻ്റെ ഡെറിവേഷനൊന്നും നമുക്ക് ആവശ്യമില്ല. ആൻഡ് എ ഈസ് ഈക്വൽ ടു 4, ബിയോ ബി മേ ബി 5, മേ ബി 6, മേ ബി 7, എന്തോ ആവാലോ, 20നേക്കാളും കൂടുതൽ. അപ്പോൾ എന്താണ്? ബി അൺസർട്ടൺ ആണ്. എ സെർട്ടൺ ആണ്, ബി അൺസർട്ടൺ ആണ്. ഇനി ബി അറിയാം, ബി ഈസ് ഈക്വൽ ടു 4, അപ്പോൾ എയോ അൺസർട്ടൺ ആയിട്ട് മാറും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത്. ഫിസിക്കൽ മീനിങ് അങ്ങനെ ഡിറൈവ് ചെയ്തെടുത്താണ്. ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4 pi, where delta x is the uncertainty in position, where delta p is the uncertainty in momentum, and h is Planck's constant. Okay, h is Planck's constant. And delta x into delta p ക്ക് പകരം delta mv greater than or equal to h by 4 pi. എമ്മിന് അൺസർട്ടനിറ്റി ഇല്ല, എം ഉറപ്പാണ്, മാസാണ്. അപ്പോൾ അതിനെ ഡെൽറ്റൻ്റെ പുറത്തേക്ക് എടുക്കുക. ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4 pi. Okay, therefore delta x into delta v greater than or equal to, ഇതിനങ്ങോട്ടേക്ക് കൊണ്ടുപോയി, h by 4 pi m. This is another equation. Uncertainty where delta v is the uncertainty in velocity. Okay, so രണ്ട് equation, delta x into delta p greater than or equal to h by 4 pi, delta x into delta v greater than or equal to h by 4 pi m. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ രണ്ടിൻ്റെയും ഡെൽറ്റ എക്സ് ആൻഡ് ഡെൽറ്റ പിൻ്റെ മിനിമം വാല്യൂ ആണ് h by 4 pi. h by 4 piയോ അതിനേക്കാളും വലിയൊരു വാല്യൂ ഉണ്ട്, അല്ലെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു.
ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ ആണ് h/4πm അല്ലേ? എന്ന് വെച്ചാൽ എന്താ, ആ ഒരു മിനിമം അൺസർട്ടനിറ്റി അതിനുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം കണ്ടുപിടിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, ഇത്രയും അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മേലെ അൺസർട്ടനിറ്റി എന്ന് വെച്ചാൽ പ്രോബ്ലത്തിൽ നമ്മൾ ഇസ് ഈക്വൽ ടു എടുക്കും, ഗ്രേറ്റർ ദാൻ ഒഴിവാക്കും, അപ്പോൾ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ അതിനേക്കാൾ കൂടുതലോ അൺസർട്ടനിറ്റി ഉണ്ട് എന്നുള്ള ഒരു ഇതിലേക്ക് കൺഫർമേഷനിലേക്ക് നമ്മൾ വരും. ആൻഡ് ഫോർ ദാറ്റ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഒരു പ്രോബ്ലം ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രോബ്ലം എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4πm ആണ്. ഓക്കെ, ഇലക്ട്രോണിൻ്റെ മാസ് ഓഫ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ എം വളരെ കുറവാണ്. അപ്പോൾ ഈ അൺസർട്ടനിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ലോവർ മാസുള്ള ആളുകൾക്ക് വേവ് നേച്ചർ ഉണ്ട്, ലോവർ മാസുള്ള ആളുകൾക്ക് അൺസർട്ടനിറ്റി വളരെ 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 കൂടുതലാണ്. ഇനിയിപ്പോൾ ഒരു ക്രിക്കറ്റ് ബോൾ എടുക്കുക, ഒരു ക്രിക്കറ്റ് ബോൾ എടുത്താൽ സപ്പോസ് ദാറ്റ് ഈസ് 400 ഗ്രാം ഉണ്ടെന്ന് വിചാരിക്കാം, 400 ഗ്രാം. അപ്പോൾ അത് വലിയൊരു മാസമാണ്. ആ മാസ് വരുമ്പോൾ ഇവിടുത്തെ അൺസർട്ടനിറ്റി കുറവാണ്. ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും വെലോസിറ്റിയും ഒരേ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. കാൽക്കുലേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത്? അതായത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റൊക്കെ കാണുന്ന സമയത്ത്, ലൈവ് IPL ഒക്കെ കാണുന്ന സമയത്ത് ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ മൊമെൻറ്റോ പൊസിഷനും വെലോസിറ്റിയും ഒരേ സമയത്ത് കാണാൻ പറ്റും. ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അവിടെ അപ്ലിക്കബിൾ ആണ്. പക്ഷേ എന്തുകൊണ്ട് ആ ഒരു അൺസർട്ടനിറ്റി ഇല്ലാണ്ട് സെർട്ടനായി? കാരണം മാസ് കൂടുതലാണ്. മാസ് കൂടുമ്പോൾ ഇത് കുറയും. ഓക്കെ, അപ്പോൾ ചെറിയ ആളുകൾക്കാണ് പ്രശ്നം. ചെറിയ ആളുകൾക്കാണ് വേവ് നേച്ചർ ഉള്ളത്, സബറ്റോമിക് പാർട്ടിക്കിൾക്കാണ് വേവ് നേച്ചർ ഉള്ളത്, അതേപോലെ അൺസർട്ടനിറ്റി ഉള്ളത്. ഓക്കെ, when the mass increases, uncertainty increases. When the mass decreases, uncertainty decreases. When the mass decreases, uncertainty increases. Okay, clear ആണല്ലോ? And let me take a question. Not that one. Just a minute. Okay, this is a question. It's not observable to you, I think. Okay, this is a question from NCERT. Actually I snipped from the NCERT now. Okay, this is a question. A microscope using suitable photon is employed to locate an electron in an atom within a distance of 0.1 angstrom. What is the uncertainty involved in the measurement of its velocity? അതാണ് ക്വസ്റ്റ്യൻ. ഡെൽറ്റ വി ആണ് ചോദ്യം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എ മൈക്രോസ്കോപ്പ് യൂസിങ് സൂട്ടബിൾ ഫോട്ടോൺ ഈസ് എംപ്ലോയിഡ് ടു ലൊക്കേറ്റ് an electron in an atom within a distance of 0.1 angstrom. ഒരു പ്രത്യേക ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്യുന്നത്, അതിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ അൺസർട്ടനിറ്റി ഇൻവോൾവ്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ദാറ്റ് ഈസ് അബൌട്ട് ദ പൊസിഷൻ, ബട്ട് ഉറപ്പില്ല, അതൊരു അൺസർട്ടൺ ആണ്, 0.1 ആംസ്റ്റർ. പക്ഷെ ഇത് സെർട്ടൺ ആയിട്ടാണ് തന്നത്. കാരണം എന്താ, ഒരു വിത്തിൻ എ ഡിസ്റ്റൻസ് 0.1. പക്ഷെ അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഡെൽറ്റ എക്സ് കൊടുത്തു. അപ്പോൾ ഇത് ഡെൽറ്റ എക്സ്, ഡെൽറ്റ വി ആണ് ചോദിച്ചത്. വാട്ട് ഈസ് ഇക്വേഷൻ? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4πm. പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു h/4πm. കാരണം ഈ വാല്യൂ ആയിരിക്കും മിനിമം ഇത്. ഓക്കെ, ആ വാല്യൂ ഈക്വൽ ടു അല്ലെങ്കിൽ അതിനേക്കാൾ ഗ്രേറ്റർ ദാൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താ? ഡെൽറ്റ വി. Therefore ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു h/4πm ഇൻറ്റു ഡെൽറ്റ വി. That's equal to 6.626 into 10⁻⁻34 okay joule second divided by 4 into 3.14 into mass photon employed to locate electron alle ഇത് ജൂൾ എന്ന് വെച്ചാൽ അത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2 ആണ്. അപ്പം കിലോഗ്രാമിൽ എടുക്കണം. 9.1 into 10⁻⁻31. അതായത് ജൂൾ SI യൂണിറ്റിലാണ്. അപ്പോൾ എല്ലാം SI യൂണിറ്റിൽ എടുക്കുക. ഇൻറ്റു ഡെൽറ്റ വി 0.1 ആംസ്ട്രോങ് ആണ്. 0.1 ആംസ്ട്രോങ് എന്ന് വെച്ചാൽ എത്ര? 0.1 into 10⁻⁻10 മീറ്റർ ആണ്. 0.1 into 10⁻⁻10. ഓക്കെ, ക്വസ്റ്റ്യൻ അവിടെ ഇരിക്കട്ടെ, ഇത്രയും ചെയ്തത് അവിടെ ഇരിക്കട്ടെ. ഓക്കെ,
അപ്പോൾ ഇത്രയും കിട്ടി. ആൻഡ് യു ഷുഡ് സോൾവ് ദിസ്. ഒന്ന് ചെയ്ത് നോക്കാം. ലെറ്റ് മീ ഡു ദാറ്റ്. That is 6.626 into 10 raised to minus 34. I'm using the calculator. Okay. And that is equal to, that is equal to 5.79 into 10 raised to 6 meter per second. Okay. 5.79 into 10 raised to 6 meter per second. അപ്പോൾ അൺസർട്ടനിറ്റി വളരെ വലുതാണ്. അപ്പോൾ അൺസർട്ടനിറ്റി നന്നായിട്ട്, ഇത്രയും വലിയൊരു അൺസർട്ടനിറ്റി ഉണ്ട് ഈ കാര്യത്തിൽ. ഓക്കെ, ഇതുപോലെ 10⁻⁻6 ഒക്കെ ആണെങ്കിൽ അൺസർട്ടനിറ്റി കുറവാണ്. ഓക്കെ, അത് മനസ്സിലാൻ വേണ്ടിയിട്ട് നമുക്ക്, അപ്പോൾ ഇത് കാരണം ഇലക്ട്രോൺ ആണ്, അപ്പോൾ അൺസർട്ടനിറ്റി എന്ന് സിഗ്നിഫിക്കൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ആൻഡ് ലെറ്റ്സ് ഡു അനദർ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ NCERT ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻഡ് ലെറ്റ് മീ ഡു അനദർ ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ് മീ ടേക്ക് ദാറ്റ് one also. This is the question. A golf ball has a mass of 40 gram. Golf ball has a mass of 40 gram and a speed of 45 meter per second. If the speed can be measured with an accuracy of 2%, calculate the uncertainty in position. ഇപ്പോൾ മാസ് എത്ര തന്നത്? മാസ് ഇസ് ഈക്വൽ ടു 40 gram ആണ്. ഓക്കെ, 40 gram. നമ്മൾ എച്ച് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതിനെ കിലോഗ്രാമിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ 40 into 10⁻³ കിലോഗ്രാം. എല്ലാം എന്ത് ചെയ്താൽ മതി? SI യൂണിറ്റിലാണ് എടുത്താൽ മതി. ആൻഡ് സ്പീഡ് ഓഫ് 45 സെക്കൻഡ്, V ആണ് 45 മീറ്റർ പെർ സെക്കൻഡ്, സെർട്ടൺ ആയിട്ട് തന്നതാണ്. ഇഫ് ദ സ്പീഡ് ക്യാൻ ബി മെഷേർഡ് വിത്തിൻ ആൻ ആക്യുറസി ഓഫ് 2%. അപ്പോൾ 2% ആക്യുറസിയിൽ മെഷർ ചെയ്തെന്ന് പറയുമ്പോൾ നിങ്ങൾ ∆V കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആക്യുറസി തന്നിട്ടുണ്ടെങ്കിൽ വിയോട് കൂടി 45 ഇൻറ്റു ആ ആക്യുറസി കൂടി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം 2/100. ഓക്കെ, 2/100 ആക്യുറസിയിലാണ് 45 മെഷർ ചെയ്തത്. അപ്പോൾ അതിലുള്ള അൺസർട്ടനിറ്റി എത്രയാണെന്ന് 45 ഇൻറ്റു 2 90, 90/100 0.9 ആണ്. 0.9 ആണ് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. അപ്പോൾ ആക്യുറസി തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 2%. ഓക്കെ, 2% എന്ന് വെച്ചാൽ 2/100 ആണ്. കാൽക്കുലേറ്റ് ദ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. ചോദ്യം ∆x ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ∆V ഇൻറ്റു ∆x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഈക്വൽ ടു നിൽക്കുകയാണ് h/4πm ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ∆x is equal to h/4πm into ∆x. That's equal to 6.626 into 10⁻⁻34 divided by 4 into 3.14 into mass എത്രയാണ്? 40 into 10⁻⁻3. 40 into 10⁻⁻3 into ∆x. സോറി, ∆x അല്ലല്ലോ, ∆V അല്ലേ, ∆x into 0.9. ഓക്കെ, അപ്പോൾ അത് എത്ര എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ക്ലിയർ ആണല്ലോ? ആൻഡ് ലെറ്റ് മീ കാൽക്കുലേറ്റ് ദാറ്റ്. ഡോണ്ട് വേസ്റ്റ് ദ ടൈം. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ ബി ഇസിക്വൽ ടു, നിങ്ങൾ ചെയ്യണം. ഓക്കെ, ദാറ്റ് വിൽ ബി ഇസിക്വൽ ടു 1.46 ഇൻറ്റു 10⁻⁻33 മീറ്റർ ∆x. പൊസിഷൻ്റെ അൺസർട്ടനിറ്റി വളരെ കുറവാണ്. 10⁻⁻33 എന്ന് വെച്ചാൽ 0.000, അത്രയും ചെറിയ അൺസർട്ടനിറ്റി മാത്രമേ ഉള്ളൂ. കാരണം അത് ഗോൾഫ് ബോളാണ്, അതിൻ്റെ വെയിറ്റ് 40 gram ആണ്. ഹെവിയർ ഒബ്ജക്ട്സ് ആണ്. ഹെവിയർ ഒബ്ജക്ട്സിന് അൺസർട്ടനിറ്റി കുറവാണ്. മൈക്രോ ഒബ്ജക്ട്സിനാണ്, ഇലക്ട്രോൺ പോലെയുള്ള സബ്-അറ്റോമിക് പാർട്ടിക്കിളുകൾക്കാണ് എന്ത് അൺസർട്ടനിറ്റി കൂടുതലായിട്ടുള്ളത്. ഓക്കെ, സോ വെൻ ദ മാസ് ഇൻക്രീസസ് അൺസർട്ടനിറ്റി ഡിക്രീസസ് എന്ന് നമ്മൾ പ്രോബ്ലം ഉപയോഗിച്ച് സോൾവ് ചെയ്തു. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ദ significance of uncertainty principle. എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? ഇതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് എൻ ഇലക്ട്രോൺ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്നും ഒരു ആള് ഒരു കാറിലോ ബൈക്കിലോ, ഓക്കെ, സപ്പോസ് ഒരു ലെറ്റ്സ് ടേക്ക് എ കാർ, ഇവിടെ നിന്ന് മൂവ് ചെയ്യാം, ടയറുണ്ട് കേട്ടോ, മൂവ് ചെയ്യണം. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ആൾ നിൽക്കുന്ന ഒരു പൊസിഷൻ അറിയാം. ഇവിടെ എന്തുണ്ട്?
ഇവിടെ വല്ല എന്തുണ്ട്, ഇവിടെ എന്തെങ്കിലുമൊക്കെ ലാൻഡ് മാർക്കുകളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡുകളുണ്ട്. അപ്പോൾ ആ നിൽക്കുന്ന പൊസിഷൻ അറിയാം. യു നോ ദ പൊസിഷൻ. ഓക്കെ, പൊസിഷൻ നോട്ട് ചെയ്തു. എന്നിട്ട് ആൾ പോകുന്ന സ്പീഡും അറിയാം. ആൾ പോകുന്നത് 40 km/s സ്പീഡ് പറയും. എന്ന് വെച്ചാൽ പൊസിഷനും സെർട്ടൺ ആണ്, വെലോസിറ്റിയും സെർട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എവിടെ എത്തി നമുക്ക് പറയാൻ പറ്റും. കാരണം 40 കിലോമീറ്ററാണ് ഒരു ഹവറിൽ പോകുന്നത്. 40 km/s പറഞ്ഞത് 40 km/h. ഓക്കെ, സ്പീഡ് അങ്ങനെ പറയാം. 40 km/h ആണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എവിടെ ഉണ്ട്, 10 മിനിറ്റ് കഴിയുമ്പോൾ എവിടെ ഉണ്ട്, ഇയാളുടെ കറക്റ്റ് പാത്ത് ഡിറ്റർമൈൻ ചെയ്യാം. പാത്ത് ഈസ് ഡിറ്റർമൈൻഡ്. ഓക്കെ, പാത്ത് ഡിറ്റർമൈൻ ചെയ്യാൻ എന്ത് വേണം? ഒന്ന് അതിൻ്റെ പൊസിഷൻ വേണം, എവിടെ നിൽക്കുന്നു. ഓക്കെ, ഒന്ന് അതിൻ്റെ സ്പീഡ് വിത്ത് ഡയറക്ഷൻ, അതാണ് വെലോസിറ്റി. ഇങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് മനസ്സിലായില്ലേ പാത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആളിപ്പോൾ എവിടെ ഉണ്ടാവും, ഒരു മണിക്കൂർ കഴിഞ്ഞാൽ എവിടെ എത്തും? ഒരു മണിക്കൂർ കഴിഞ്ഞാൽ 40 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. അരമണിക്കൂറിൽ 20 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. റോഡിലൊരു തടസ്സവും ഇല്ല കേട്ടോ, നമ്മൾ മനസ്സിലാവാൻ വേണ്ടി എടുക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇയാളുടെ പാത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ, ഇപ്പം നിങ്ങൾക്കറിയാം പൊസിഷൻ അറിയില്ല എന്ന് വിചാരിച്ചോ. പൊസിഷൻ നിങ്ങൾക്ക് അറിയില്ല. ആൾ ഇവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അറിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇയാൾ പോകുന്ന സ്പീഡ് അറിഞ്ഞാലും ഇയാൾ എവിടെ എത്തിയെന്ന് പറയാൻ പറ്റുമോ? ഇയാളുടെ പാത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്, അൺസർട്ടനിറ്റി വരും. ഓക്കെ, ഇനി ആള് പൊസിഷൻ അറിയാം, പക്ഷേ ഏത് സ്പീഡിലാണ് പോകുന്നതെന്ന് അറിയില്ല. ആദ്യം തുടങ്ങിയപ്പോൾ ഒരു 20 കിലോമീറ്റർ ആയിരിക്കും, കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ സ്പീഡ് കൂട്ടി, കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും സ്പീഡ് കൂട്ടി, കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും സ്പീഡ് കൂട്ടി. സ്പീഡിനെ പറ്റി ഒരു ധാരണയില്ലെങ്കിൽ ആള് പതുക്കെയാണ് പോകുന്നതെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ പകുതി ദൂരെ സഞ്ചരിക്കുള്ളൂ. ആൾ വളരെ വേഗത്തിൽ പോവുകയാണെങ്കിൽ തന്നെ ഒരു 45 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ 40 കിലോമീറ്റർ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അയാളുടെ കറക്റ്റ് പാത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റ് പാത്ത് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള 2 സംഗതികളാണ്. ഒന്ന് പൊസിഷൻ അറിയണം. ഓക്കെ, നിങ്ങൾക്ക് പൊസിഷനും വെലോസിറ്റിയും എന്ന് വെച്ചാൽ സ്പീഡ് വിത്ത് ഡയറക്ഷൻ ആണ്, വെലോസിറ്റിയും അറിയാമെങ്കിൽ യു നോ ദ പാത്ത് ഈസ് നോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഏതിനെ പറ്റിയാണ് പറഞ്ഞത്? നമുക്ക് കാണാൻ പറ്റുന്ന വലിയ ഒബ്ജക്റ്റുകളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത ഇലക്ട്രോണുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഓർബിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടെ കറങ്ങുന്ന സമയത്ത് പൊസിഷൻ സെർട്ടൺ ആകുമ്പം വെലോസിറ്റി അൺസെർട്ടൺ ആകും. അപ്പോൾ പാത്ത് അറിയില്ല. ഇനി പൊസിഷൻ അൺസെർട്ടൺ ആകുമ്പോൾ വെലോസിറ്റി സെർട്ടൺ ആകുമ്പോൾ പൊസിഷൻ അൺസെർട്ടൺ ആകും. അപ്പോഴും പാത്ത് അറിയില്ല. ഓക്കെ, ഇതിനെ അപ്പോൾ ഈ ഇലക്ട്രോണിന്റെ അതിന്റെ ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്ന വഴി അതാണല്ലോ ഓർബിറ്റ്, പാത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ അതിനെ പറയാം ട്രാജക്ടറി അല്ലേ, പാത്ത് ഓർ ട്രാജക്ടറീസ്. ഈ പാത്ത് ഓർ ട്രാജക്ടറീസ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇല്ലാണ്ടാവാണ്. ഇറ്റ്സ് നോ പാത്സ് ഓർ ട്രാജക്ടറീസ്. കാരണം എന്താ? ഈ 2 സംഗതികൾ അറിയണമെങ്കിൽ അറിയേണ്ടത് ഒന്ന് വെലോസിറ്റി പിന്നെന്താണ്? പൊസിഷനും അറിയണം. ഇത് 2 ഒരേ സമയത്ത് മെഷർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഫിക്സ്ഡ് പാത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ പോയി. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വരച്ച ഫിഗർ ഇവിടെ ഉണ്ടായിരുന്നു, അതവിടെ മിസ്സായിപ്പോയി. ഇവിടെ ഒരു ന്യൂക്ലിയസ്, ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഓക്കെ, ഇലക്ട്രോൺസ് അവിടെ റിവോൾവിങ് അറൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഫിക്സ്ഡ് പാത്തിനെ പറയുന്ന പേര് ഓർബിറ്റ്. ഇങ്ങനെ ഓർബിറ്റ് എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് പാത്ത്, ഒരു ട്രാജക്ടറി ഉണ്ടാവണമെങ്കിൽ നമുക്ക് വെലോസിറ്റിയും പൊസിഷനും ഒരേ സമയത്ത് അറിയണം. എന്നാൽ വെലോസിറ്റി അറിയുമ്പോൾ പൊസിഷൻ അറിയില്ല, പൊസിഷൻ അറിയുമ്പോൾ വെലോസിറ്റി അറിയില്ല. അതുകൊണ്ട് there is no fixed path, there is no fixed orbit. Okay, so what is the significance? അതല്ലേ നമ്മൾ പറയുന്നത്, what is the significance of Heisenberg's uncertainty principle? In the light of, നിങ്ങൾ ശ്രദ്ധിക്കുക, in the light of Heisenberg's uncertainty principle, it is impossible to determine the exact position or momentum or velocity of an electron simultaneously and precisely. So the concept of fixed path become unacceptable in the light of Heisenberg's uncertainty principle. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഓർബിറ്റ് ഇല്ലാത്തത് കൊണ്ട് ബോർ മോഡലും ഇല്ല. അപ്പോൾ ബോർ മോഡൽ മൊത്തം പൊളിഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, in the light of Heisenberg's uncertainty principle, the concept of fixed path or orbit become unacceptable എന്നുള്ളതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പോൾ ഈ സിഗ്നിഫിക്കൻസ് തന്നെയാണ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ആ സിഗ്നിഫിക്കൻസ് തന്നെയാണ് റീസൺസ് ഫോർ
failure of Bose model of atom. Bose model. ബോസ് മോഡലിൻ്റെ ഫെയിലിയറിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഇറ്റ് ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ മാത്രം സ്പെക്ട്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. മറ്റൊന്ന്, he failed to explain the doublets, existence of doublets in the fine spectrum of hydrogen. It also failed to explain the Stark effect and Zeeman effect. Stark effect and the splitting of spectral lines in the presence of electric field, and the Zeeman effect, splitting of spectral lines in the presence of magnetic field. Okay. It also failed to explain the ability of atoms to participate in chemical bond. അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ബോർ മോഡൽ പൊളിഞ്ഞു പോകാൻ ഫെയിലിയർ ആവാനുള്ള ഒരു കാരണമല്ല. ഫെയിലിയർ ആവാനുള്ള രണ്ട് കാരണങ്ങളിൽ ഒന്ന്, Bohr model, it neglected the wave nature of electron. ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ വേവ് നേച്ചർ, അതായത് ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ആറ്റത്തിന് ചുറ്റും മൂവ് ചെയ്യുമ്പോൾ സാധാരണ സ്ട്രെയിറ്റ് ലൈൻ പാത്തിലല്ല, ദേ വിൽ ബി മൂവ് ലൈക്ക് എ വേവ്. ഓക്കെ, ദേ വിൽ ബി മൂവ് ലൈക്ക് എ വേവ്. വേവ് നേച്ചർ ഉണ്ട്, അത് കൺസിഡർ ചെയ്തെങ്കിലേ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആവുള്ളൂ. മറ്റൊന്ന്, അത് സിഗ്നിഫിക്കൻസ് ഓഫ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് വെളിച്ചത്തിൽ ആരുടെ? ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഞാൻ HUP എഴുതിയിട്ടുണ്ട്. ബോർഡ് എക്സാമിന് പഠിക്കുന്ന കുട്ടികൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് HUP എന്നൊന്നും എഴുതരുത്. ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ തന്നെ ഇത്. ഇൻ ദ ലൈറ്റ് ഓഫ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ദ കോൺസെപ്റ്റ് ഓഫ് ഫിക്സ്ഡ് പാത്ത് or orbit or trajectory, orbit become unacceptable. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബോർ മോഡൽ ആദ്യം തന്നെ പറയുന്നത് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ് എന്നാണ്. ആ ഓർബിറ്റ് ഇല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പറയുന്നതൊക്കെ പൊളിഞ്ഞില്ലേ? The energy of an electron in an orbit is constant. The energy is changed only when an electron moves from one orbit to another. അവിടെ ഒന്നും ഓർബിറ്റ് ഇല്ല. And the energy is emitted or absorbed as radiation. And the frequency nu is equal to delta E by H. ഓർബിറ്റ് ഇല്ല, പിന്നെ എന്തിനാ അവിടെ ഫ്രീക്വൻസി? പിന്നെന്താണ്? ആംഗുലർ മൊമെന്റം ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റ്, MVR is equal to NH by 2pi. ഓർബിറ്റേ ഇല്ല. അപ്പോൾ അവിടെ ഒരുപാട് ബോർ മോഡൽ കംപ്ലീറ്റ് അങ്ങോട്ട് ഒഴിവാക്കല്ല, ബോർ മോഡലിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. വേവ് നേച്ചർ കൺസിഡർ ചെയ്തില്ല. ഒന്ന്, ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വന്നപ്പോൾ ഓർബിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പോയി. അപ്പോൾ ഓർബിറ്റ് എന്ന് പറയുന്ന ഫിക്സ്ഡ് പാത്തില്ല. സിഗ്നിഫിക്കൻസിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കൂട്ടേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഞാനവിടെ പറഞ്ഞതിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഹൈസൻബർഗ്സ് ദ റീസൺ ഫോർ ദ ഫെയിലിയർ ഓഫ് ബോസ് മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, റീസൺ ഫോർ ദ ഫെയിലിയർ ഓഫ് ബോസ് മോഡൽ ഓഫ് ആറ്റം അതവിടെ പറഞ്ഞു. സിഗ്നിഫിക്കൻസിൽ ഒന്ന് പറഞ്ഞു, എന്ത്? നോ ഫിക്സ്ഡ് പാത്ത്, നോ ഫിക്സ്ഡ് ഓർബിറ്റ്. ഇത് ആരുടെ സംഭാവനയാണ്? ഹൈസൻബർഗിൻ്റെ. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് അവിടെ ഫിക്സ്ഡ് ഓർബിറ്റ് ഇല്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോൺസ് only have a probability around the nucleus. അപ്പോൾ പ്രോബബിലിറ്റി മാത്രമേ ഇലക്ട്രോണിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസ് എടുത്താൽ ഇലക്ട്രോൺ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രോബബിലിറ്റി ഇവിടെ ഉണ്ടാവാം. ആ പ്രോബബിലിറ്റി കൺസിഡറേഷൻ ഉള്ള ഒരു മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഓക്കെ, അപ്പോൾ ഈ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ചിറകിലേറിയിട്ടാണ് എന്തിലേക്ക് പോകുന്നത്? ക്വാണ്ടം മെക്കാനിക്കൽ കോൺസെപ്റ്റ്. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മെയിൻ ഒരു സംഗതിയാണ് ഡ്യുവൽ ബിഹേവിയർ. ഇവിടെ രണ്ട് റീസൺ ഫെയിലിയറിനുണ്ടല്ലോ. ആ രണ്ട് റീസണും ആർക്കുള്ള ഡെവലപ്മെൻ്റ് ആണ് ശരിക്കും? ആർക്ക് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് എത്തിച്ചിട്ടുള്ള രണ്ട് സ്റ്റഡീസാണ്. ഒന്ന് വേവ് നേച്ചർ ഉണ്ട് എന്ന് പറഞ്ഞു, വേവ് നേച്ചർ കൺസിഡർ ചെയ്യണം. ഒന്ന് ഫിക്സ്ഡ് പാത്ത് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താ ഉള്ളത്? പ്രോബബിലിറ്റി ആണുള്ളത്. അപ്പോൾ ഈ പ്രോബബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റൂ. അത് രണ്ടും ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഇൻ ദ നെക്സ്റ്റ് സെഷൻ വിൽ ഡിസ്കസ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് വെച്ചാൽ വലിയൊരു ബ്രാഞ്ചാണ്. ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമുക്കുള്ളൂ. നമുക്ക് ആവശ്യമുള്ള സംഗതികൾ അതിൽ നിന്ന് നമ്മൾ എടുക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.